ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും വലിയ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 222 പോയിൻറ്റ്സിൻ്റെ ഇടിവ് കാണാൻ സാധിച്ചു. 23,775 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്കും 882 പോയിൻറ്റ്സ് കുറഞ്ഞ് 54,821 ക്ലോസ് ചെയ്തു. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 179 പോയിൻറ്റ്സ് ഉയർന്ന് 56,978 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 27 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 16,566 ക്ലോസ് ചെയ്തത്. ഇന്ത്യ മിക്സ് ഇന്ന് 20.42 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 76,631 ക്ലോസ് ചെയ്തപ്പോൾ 931 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നത്തെ DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 955 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIIയുടെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് തുടരുകയാണ്. 1,711 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി എനർജി, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 25,901 ക്ലോസ് ചെയ്തപ്പോൾ 101 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 299 പോയിൻറ്റ്സ് ഉയർന്ന് 36,768 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 367 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 25,685 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി FMCG 47,640 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 100 പോയിൻറ്റ്സ് ഉയർന്ന് 14,178 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 68 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 8,999 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 70 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 31,636 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 1338 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ ഇന്ന് 150 പോയിൻറ്റ്സ് ഉയർന്ന് 12,229 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 43 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 11,092 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 144 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 22,135 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8605 ക്ലോസ് ചെയ്തപ്പോൾ 110 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 743 ക്ലോസ് ചെയ്തപ്പോൾ 2 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,968 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,123 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,997 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 23,775 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റി 1,062 പോയിൻറ്റ്സിന് റാലിയാണ് നടത്തിയത്. 4.68% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 എന്ന നിഫ്റ്റി ഇന്ന് 23,775 നിൽക്കുമ്പോൾ 9.01% ലോസാണ് നിഫ്റ്റി 50യിൽ ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 30 ഏപ്രിലിന് 24,334 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,775 നിൽക്കുമ്പോൾ 2.30% ലോസാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 12 മന്ത്സിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,376 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,596 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ 3.56% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 1.72% റാലി നടത്തി. ബജാജ് ഓട്ടോ 1.61%, ഭാരത് ഇലക്ട്രിക് 1.54%, മാക്സ് ഹെൽത്ത് കെയർ 1.47%, JSW സ്റ്റീൽ 1.29%, നെസ്ലെ ഇന്ത്യ 1.24%, NTPC 1.20%, TCS 1.16% ആൻഡ് പവർ ഗ്രിഡ് 1.10% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രകോപ്പ് ഏവിയേഷൻ 3.61% ഫോളോ കണ്ടു. ജിയോ ഫിനാൻസ് 3.25% ഫോളോ നടത്തി. L&T 2.74%, ശ്രീറാം ഫിനാൻസ് 2.63%, ഇറ്റേണൽ 2.35%, HDFC ബാങ്ക് 2.25%, കോട്ടക് മഹീന്ദ്ര 2.17%, ICICI ബാങ്ക് 2.13%, SBI 1.93% ആൻഡ് ട്രെൻഡ് 1.39% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോസിലെ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USD ഫോറക്സ് റിസർവ് ഡേറ്റ ഇന്ത്യ എന്ന് വരുന്നുണ്ട് 10th ഏപ്രിലിന്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.